ഏതൊരു മനുഷ്യനും രോഗം ഭേദമാവുക എന്നതിനപ്പുറം ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് ഉടനീളം ശാന്തിയും സമാധാനവും. ഇന്ന് പല ആശുപത്രികളിലും രോഗചികിത്സ കഴിഞ്ഞാൽ അവൻ്റെ കയ്യിലേക്ക് ചികിത്സയുടെ ബില്ല് വരുമ്പോൾ അവന് ശാന്തി നഷ്ടപ്പെടുന്നു, അവന് മനസ്സമാധാനമില്ലാതെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി പേര് സൂചിപ്പിക്കുന്നത് പോലെ രോഗം ഭേദമായാലും ശാന്തിയോടും സമാധാനത്തോടും വീട്ടിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ആശുപത്രിയാണ് ശാന്തി ഹോസ്പിറ്റൽ എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. മികച്ച ചികിത്സ, വളരെ കുറഞ്ഞ ചിലവിൽ ലഭ്യമാകുന്നൊരിടം എന്ന പ്രയോഗത്തിലൂടെയല്ല, പ്രായോഗികമായി നടത്തി അത് വിജയിപ്പിച്ച് കാണിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ ശാന്തി ഹോസ്പിറ്റലിന് പിന്നിലുള്ളത് എന്നതിൽ നമുക്കൊക്കെ അഭിമാനിക്കാം. നമ്മുടെ പ്രിയ ഉദ്ഘാടകൻ മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ, അദ്ദേഹം ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. പ്രിയപ്പെട്ട ലിൻഡോയും കൂടെയുണ്ട്. ശാന്തി ഹോസ്പിറ്റലിന് വേണ്ടി രണ്ടുപേരെയും ഞാൻ സ്വാഗതം ചെയ്യും. അതുകൊണ്ട് ഞാൻ ദീർഘമായി പ്രസംഗിക്കാൻ ഇനി ഈ വേദി ഉപയോഗിക്കുന്നില്ല. എന്നിൽ നിക്ഷിപ്തമായ കടമ ഇതിൻ്റെ അത്യാഹിത വിഭാഗം അത് ഉദ്ഘാടനം ചെയ്യുക എന്ന കടമയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു കാത്ത് ലാബ് വരുന്നു. സൂപ്പർ സ്പെഷ്യാലിറ്റി കോംപ്ലക്സിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു. നമ്മളെല്ലാം ഓരോരോ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. ഇവിടെ പറഞ്ഞു, ദൈവഭീതിയും ദൈവഭയം അതോടൊപ്പം ദൈവപ്രീതി കാക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ തന്നെ നാം സത്യസന്ധമായി കാര്യങ്ങൾ നിർവഹിക്കുന്നവരായി മാറും. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ സംഘാടകർ സാമ്പത്തിക ലാഭം എന്നതിനപ്പുറം ദൈവപ്രീതിയാണ് കാക്ഷിക്കുന്നത് എന്ന് പറഞ്ഞതോടുകൂടി തന്നെ ശാന്തി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് യഥാർത്ഥ അർത്ഥത്തിലുള്ള ഒരു ആതുരാലയം ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട അഹമ്മദ് ക പറഞ്ഞു, നമ്മുടെ ലാഭവിഹിതത്തിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും ഇതുപോലെയുള്ള കർമ്മങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം. അതല്ലാതെയും നിർവഹിക്കാൻ സാധിക്കുന്നതാണ് ഇതുപോലെയുള്ള കർമ്മം. ഇപ്പം നമ്മുടെയൊക്കെ ശമ്പളം എന്ന് പറയുന്നത് മറ്റുള്ളതെല്ലാം ഒഴിവാക്കി 50,000 രൂപയുണ്ടാകും മൊത്തത്തിൽ. പക്ഷെ അതിൽ നിന്നും 20,000 ഇതുപോലെയുള്ള കർമ്മങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എന്നുള്ള നിലയിൽ എന്തെങ്കിലും ഈ സ്ഥാപനത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുമെങ്കിൽ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നുള്ള നിലയ്ക്ക് ഞാനും ഉണ്ടാകും എന്നുള്ളത് അറിയിക്കാൻ അവസരം ഉപയോഗിച്ചു. ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ട് പ്രിയപ്പെട്ട റിയാസ് ഇവിടെയുണ്ട്. ഇത് എൻ്റെ നിയോജക മണ്ഡലത്തിലെ ഒരു സ്ഥാപനം കൂടിയാണ് എന്നുള്ളതിലുള്ള ഒരു സ്വകാര്യ അഹങ്കാരം കൂടി എനിക്കുണ്ട്. അതുകൊണ്ട് അങ്ങയുടെ ഒരു പിന്തുണ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കൂടി ഈ സ്ഥാപനത്തിനുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നുണ്ട്.
എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.